അപ്പൊ കൂട്ടുകാരെ ഇന്ന് പപ്പയാണെങ്കിൽ നമുക്ക് എന്തോ മേടിച്ചോണ്ട് വന്നു ഡോറ? കൊഞ്ച്, പച്ച കൊഞ്ച്. ദാണ്ട നോക്ക്, നല്ല പച്ച കൊഞ്ച്. അത് ഒരെണ്ണം ഭയങ്കര വലുതും, നല്ല വലുതും. ഇത് പിള്ളേർക്ക് 3 പേർക്ക് ഓരോന്ന് പപ്പ വലുത് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ബാക്കി നമുക്ക് അത് ബാക്കി ചെറുതാണേ. അപ്പൊ ജസ്റ്റ് നമുക്ക് തലയും വാലും ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് പൊളിച്ചിട്ടിട്ട് നോക്കാം. ഇത് തീയിൽ വെക്കാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പം തീയിലപ്പം അമ്മ വയ്ക്കും. അപ്പം നമുക്കിത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പപ്പം ഒന്ന് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നിട്ട് പോയി, മോളെ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാ. എനിക്കറിയാം, ഇപ്പം കൂടെ വന്ന് ഞാൻ പഠിച്ചു. നിങ്ങൾക്ക് ഇത് എങ്ങനെ വെക്കുന്നതെന്ന് പറയണം കേട്ടോ. എനിക്കിത് കുറച്ചുകൂടെ ഇഷ്ടം നമ്മുടെ മീൻകറിയൊക്കെ വെക്കത്തില്ല, അതുപോലെ മറ്റേ വടക്കംപുളിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വറ്റിച്ച് വയ്ക്കുന്നത് എനിക്കിഷ്ടം. പിന്നെ ഒന്ന് എനിക്ക് ഇത് ഫ്രൈ ചെയ്യണം, കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനും എനിക്കിഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും തേങ്ങ അടപ്പുണ്ടെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നു കേട്ടോ. ഓടി വന്ന് കറക്റ്റ് അവിടെ ചക്കി കസേര കയറി ഇരിക്കുന്ന ചക്കി മാറിപ്പോ. ഓട്ടിച്ചിട്ട് അപ്പം അങ്ങനെ വെക്കാന്ന് വിചാരിച്ചു. ഇത് പക്ഷെ പല ടൈപ്പിലുണ്ടല്ലോ. ഇത് വെള്ള കളറിലായിരിക്കും, പക്ഷെ ഇന്നാള് മേടിച്ചത് ഓറഞ്ച് കളർ. കരിക്കാടി എന്ന് പറയുന്നുണ്ട്. ഗബ്രൂട്ടന്റെ പുസ്തകം എടുത്തോണ്ടെന്ന് കാണിച്ചേ. ഗബ്രൂട്ടൻ പഠിക്കുന്ന പുസ്തകമാണ് ഇത്. ഇതിനകത്ത് പഠിക്കുന്നത്, ഇതിലോരോന്ന് നോക്കി നോക്കിയാ ഗബ്രൂട്ടൻ പഠിക്കുന്നത്. അപ്പൊ ഇത് അങ്ങനെ നമ്മുടെ കൊഞ്ചെല്ലാം വെട്ടി തീർന്ന് ഡോറദാ വാഷ് ചെയ്തോണ്ടിരിക്കുകയാണ് കൊഞ്ചിനെ. നമ്മുടെ മുഴുത്ത കൊഞ്ച്. ബാക്കിയൊക്കെ ദാണ്ട് ഇത്ര ഉള്ളു കേട്ടോ. ഇതേ തൊണ്ടങ്ങ് ഒരുപാട് ഒന്നുമില്ലല്ലേ? തൊണ്ട ഒരു പാത്രം നിറച്ച ആ പാത്രത്തിന്റെ പകുതിയേ ഉള്ളൂ. എനിക്കിതാ ഇഷ്ടമില്ലാത്ത. അതുപോലെ വെളുത്തുള്ളി എന്തുമാത്രം പൊളിച്ചാലും തൊണ്ട് കൂടുതൽ, വെളുത്തുള്ളി കുറവായിരിക്കും. ഞാൻ ഒരു പാത്രം കൂടെ എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഉള്ളിത്തീയിൽ വെക്കാൻ അവസാനം തീരുമാനമായി. സോറി, കൊഞ്ച് തീയല്. അതിനു മുമ്പായിട്ട് കൊഞ്ച് ഫ്രൈ ചെയ്യാൻ പോകുന്നു. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്ത് വറക്കാനോ? വറക്കുന്നു. പിന്നെ ഒരു ഇത്തിരി വിനാഗിരി, ഉപ്പ് ഇട്ടു. നമുക്ക് ജസ്റ്റ് ഒന്ന് പുരട്ടി വെക്കാം. മസാല കുറവുണ്ടോ? നമ്മുടെ ഗബ്രൂട്ടൻ അല്ല കേട്ടോ കരയുന്ന, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞാണ് കരയുന്നത്. ഗബ്രൂട്ടൻ അവിടെ കളിക്കുക. ഗബ്രൂട്ടനാണ് അമ്മയുടെ വീട്ടിൽ ഇരുന്ന് കളിക്കുക. ഇവിടെ മരപ്പ് വേണ്ടേ? അരപ്പ് കുറവുണ്ടല്ലേ? മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടമ്മ, എല്ലാ പൊടിയും ഇട്ടതാ. അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയലിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇതേ ഡോറ ചെയ്തോണ്ടിരിക്കണം. മാറ്റിവെക്ക്, ഫോൺ മാറ്റിവെക്ക്. തെറിക്കുന്നില്ലേ? ഇത് കടുകിട്ടില്ല. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് വെക്കുന്ന, അമ്മ എനിക്ക് പറഞ്ഞു തന്നു. നമ്മള് ഉരുളക്കിഴങ്ങ് കൂടെ വേണ്ടതാ, പക്ഷെ അതില്ല. അതുകൊണ്ട് നമ്മൾ എണ്ണ ഒഴിച്ച് സവോള ഇട്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പേസ്റ്റ് അല്ല ചതച്ചത് ഇട്ടു. പിന്നെ ദാണ്ട മുളക് കീറിയതിടാം. തക്കാളി തക്കാളിയും വേണം. വടക്കംപുളി അല്ലെങ്കിൽ കൊടംപുളി എന്ന് പറയാം, അതിലേതെങ്കിലും ഒന്ന് ഇടണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് പിടിക്കുന്ന സാധനമാണോ? പിടിക്കുന്ന സാധനം എനിക്ക് പറ്റത്തില്ല. ഇതിനകത്തുണ്ട്, ഇച്ചിരി കീറി തരുമോ? അപ്പൊ ഉള്ളി വഴണ്ട് വന്നു. ഇനി എന്താ ചെയ്യാൻ പോകും? നമുക്ക് അരപ്പൊഴിക്കാം. അരപ്പിനകത്ത് തേങ്ങ വറുത്തിട്ട് ഇരുന്ന് പറയാം. അയ്യോ മൈക്കുണ്ടായിരുന്നോ? തേങ്ങായും നമ്മുടെ സാധാ തീയലിന് പോലെ തന്നെ തേങ്ങായും മഞ്ഞപ്പൊടി, മുളക് പൊടി, പേര് പറയാ, മല്ലിപ്പൊടി, ഇത്രയും കൂടെ. ഉലുവ പൊടി ചേർത്തിട്ടില്ല. ചെറിയ ഗരം മസാല, കുറച്ച് ഗരം മസാല. നാവൊന്ന് വഴിച്ച് നമുക്കിത് നമുക്കിത് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിനകത്ത് വെള്ളം ചേർത്ത് ഒഴിക്കാവേ.
ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഡോറയുടെ കൈവെള്ളേ നമ്മളെപ്പോലെയല്ല, ഭയങ്കര സോഫ്റ്റാ. അപ്പം അതുകൊണ്ട് ചൂട് ചെറുതായിട്ട് പോലും താങ്ങത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കൈ വിരിയുന്ന ഉണക്ക് കൈ വിരിയാത്തത് കൊണ്ട് മറ്റേ പ്ലക്കർ വെച്ച് പാത്രം പിടിക്കാനും പറ്റത്തില്ല. അതാണ് ഇങ്ങനത്തെ തുണികൾ ഉപയോഗിക്കുന്നത്. പിന്നെ വീതി കൂടിയ തടത്തുണിയും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് മടക്കിയിട്ടേ ഓൺലൈനിൽ മേടിച്ച് ഇതാകുമ്പോൾ തുടയ്ക്കാനും ഒക്കെ ഡോറയ്ക്ക് വാഷബിൾ ആയത്. നമുക്ക് ഇതിനകത്തോട്ടെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതാക്കാം. നമുക്ക് എത്രമാത്രം ചാറ് വേണം. ഇവിടെ പിന്നെ എല്ലാവരും ചാറിന്റെ ആളായതുകൊണ്ട് എനിക്ക് കായൽ വേണം ചോറിനകത്തും. ഞാൻ എന്ത് കഴിച്ചാലും എനിക്ക് അതിനകത്ത് കായലായിരിക്കണം. ഇച്ചായനും അതെ, പ്രിൻസിനും അതെ. ഞങ്ങള് രണ്ടുപേരും ചാറിന്റെ ആൾക്കാരാണ്. അങ്ങനെ ചാറ് ഇഷ്ടമുള്ളവർ കമന്റ് ഇടണേ. ഇനി നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്തോട്ട് മെയിൻ ആയിട്ടുള്ള സാധനം ചേർക്കാം. എന്തുവാന്നറിയാവോ എല്ലാവർക്കും? എന്തുവാ ഇച്ചായ? എന്തുവാ? ഉപ്പ്. ഉപ്പിട്ടാലല്ലേ കറിക്ക് ടേസ്റ്റ് ആവത്തുള്ളൂ. പാകത്തിന് ഉപ്പ് ഇട്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ വഴറ്റിയില്ല കേട്ടോ. അതുപോലെ പിഴിപുളി അല്ലെങ്കിൽ ഇല്ലല്ലോ, കൊടംപുളി അല്ലെങ്കിൽ ഉണ്ടാ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഗബ്രു. ഇനി നമ്മൾ നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റത്തിനെ ഇങ്ങോട്ട് ചേർത്താം. ഈ സമയത്തില് നമുക്ക് തീ കൂട്ടി വെക്കണം. ഈ സമയത്ത് നമ്മുടെ ഇപ്പുറത്ത് ഞാൻ കൊഞ്ച് തുടക്കുക. ചെല്ലില്ല അപ്പാപ്പൻ്റെ കൂടെ ചെല്ല്. അബ്ബ തുടക്കിട്ടെ. അബ്ബ ഇവിടെ തുടക്കിട്ടെ. ചെല്ല് പൊന്നങ്ങ് ചെല്ല്. അമ്മ പപ്പ നാരങ്ങ ഉണ്ടോ? എനിക്കൊരു ഇത്തിരി തരാൻ പറയോ? എനിക്ക് വിയർത്ത്. നല്ല മൊരിഞ്ഞു കിട്ടൂലേ. എനിക്ക് അതിന്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് പക്ഷെ കൊഞ്ച് കറി വെക്കുന്നതും വറക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇച്ചായൻ അന്ന് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു പേര്? നമ്മള് മറ്റേ കായൊക്കെ ഇട്ടിട്ട് നമ്മുടെ നേരത്തെ വീഡിയോസിൽ കിടപ്പുണ്ട്. എല്ലാം കൂടെ ഒരുപാട് ഇട്ട് അങ്ങ് ഒറ്റയടിക്ക് വറക്കണ്ട കേട്ടോ. നമുക്ക് ഇതാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില. പിന്നെ പലരും നമ്മള് ഡോറയുടെ കുക്കിംഗ് വീഡിയോ ഇടുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തൂടെ, എല്ലാം ഡോറയെ കൊണ്ട് ചെയ്യിക്കണം. നമ്മള് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്, നമുക്ക് പറ്റുന്നതെല്ലാം. എനിക്ക് എത്തില്ലാത്ത പാത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ അടപ്പ് തുറക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ വെട്ടാൻ പറ്റാത്ത മീന് ഡോറയ്ക്ക് പറ്റുന്ന മീൻ. എനിക്ക് വെട്ടാൻ പറ്റുന്ന മീൻ ഞാൻ ചോദിക്കും, എനിക്ക് വെട്ടാൻ പറ്റുന്ന മീനാണോ എന്ന് ഞാൻ ചോദിക്കും. അങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ അങ്ങനെ ഞാനായിട്ട് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമാണ് കുക്കിങ്ങും പാട്ട് പാടുന്ന ഡാൻസ്. ഇത് മൂന്നും എന്റെ. ഇവിടെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഇടുമ്പോൾ പറയും ഞാനാണ് മനഃപൂർവ്വം കളിക്കുന്നത്. ഞാൻ ഡാൻസറായിരുന്നു നേരത്തെ കൊച്ചിലെ. നമ്മുടെ ഇന്നലെ ഞാൻ അമ്മയോട് വിളിച്ചപ്പോ അമ്മ പറഞ്ഞു അന്നൊന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്കൊന്നും അന്ന് ഫോണും ഇല്ല, ഇതൊന്നും ഇല്ല. അപ്പം നമ്മൾ ഫോട്ടോഗ്രാഫറെ വെച്ച് വേറെ ഒരു കൂട്ടുകാരിയുടെ കവർ കുഞ്ഞിലെ ഡാൻസ് കളിച്ചപ്പോൾ അവര് ഫോട്ടോഗ്രാഫറെ വെച്ച്. അപ്പം അങ്ങനെ നമ്മൾ ചോദിച്ച് നമ്മുടെ ഫോട്ടോ എടുത്ത് നാടോടി നൃത്തത്തിനും സംഘനൃത്തത്തിനും പിന്നെ അങ്ങനത്തെ കുറേ ഡാൻസിനും പാട്ടിനും മറ്റു കഥാപ്രസംഗത്തിനൊക്കെ ഞാനുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമുക്ക് വീഡിയോയും റെക്കോർഡും ഒന്നും ചെയ്ത് വെക്കാൻ ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി. നമ്മളിങ്ങനെ ഒരുപാട് വാടക വീടൊക്കെ പോയപ്പം. പക്ഷെ എൻ്റെ ഒരു അസുഖമുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനേക്കാളും മെലിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അടുത്ത ദിവസം സാത്രിയമ്മ വരുന്നുണ്ട്. അന്നേരം എൻ്റെ കുറച്ച് ഡയറീസും അതുപോലെ എൻ്റെ ഓട്ടോഗ്രാഫൊക്കെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ തവണ പോയപ്പോഴേ പെട്ടെന്ന് വന്നതുകൊണ്ട് എടുത്തോണ്ട് വരാൻ. ലഗേജ് കൂടുതലായിരുന്നു.
എടുത്തോണ്ട് വരാൻ മറന്നുപോയി. അപ്പൊ അമ്മ കൺസും അലമാരി കണ്ടു. ഞാൻ പറഞ്ഞു അടുത്ത ദിവസം വരുമ്പം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ കുറച്ച് ഓർമ്മകളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം അങ്ങനെ അത് എനിക്ക് നേരത്തോട്ടേ പാട്ടും ഡാൻസിനോടും ക്രേസ് ഉള്ള ആളാ. അതുകൊണ്ടല്ലാതെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നിർബന്ധിച്ച് കളിപ്പിക്കുന്നില്ല. എനിക്ക് നേരത്തോട്ട് അതെ. പിന്നെ ഇപ്പോഴാർക്ക് ഇച്ചിരി കൂടെ നടക്കാറായതുകൊണ്ട് ഡോറയ്ക്ക് നമ്മുടെ ഡെലിവറിക്കൊക്കെ മുന്നേ ഓച്ചിറയിലെ വീട്ടിലൊക്കെ താമസിച്ചപ്പോ ഞാനും ഇച്ചാനും ഇതുപോലെ ഡാൻസ് കളിക്കുമായിരുന്നു. പിന്നെ ഇത്രയും വയ്യാതായതിനു ശേഷം പ്രഗ്നന്റ് ആവുന്നെന്ന് അറിയുന്നതിന് മുൻപ് പ്രഗ്നന്റ് ആയതിനു ശേഷം ഞങ്ങൾ വയറ് വെച്ചോണ്ട് നിങ്ങൾ കണ്ട ആ സമയത്തൊക്കെ കൈയും കാലും ഒക്കെ അത്യാവശ്യം വഴങ്ങിയൊക്കെ ചെയ്യുമായിരുന്നു. അതേ ഉള്ള ഇച്ചിരി കൂടെ ഇതായി പോയത്. ഇനിയും ഇപ്പൊ തന്നെ നടന്നു വരുന്നുണ്ട്. ഇനിയും ഓക്കെ ആവും. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പൊ തിളച്ച് നമ്മള് വിശേഷം പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേനും തിളച്ചു. നമുക്കപ്പൊ ഇതിന്റെ തീച്ചിരി കുറച്ചിടാം. ഇനി കൊഞ്ച് വേണ്ടേ? കൊഞ്ച് ഞാൻ എടുത്തിട്ട്. എന്തിനാ കമ്പ് അവിടെ വെച്ചിരുന്ന? കമ്പ് എനിക്ക് ആവശ്യമുണ്ട്. എന്തിനാ? വീഡിയോയിലെടുക്കരുത്. വീഡിയോയിലെടുക്കരുതോ? കഴിഞ്ഞ് അതിന് വെള്ളം ഊറ്റിക്കളയുന്ന അങ്ങനെ ഇട്ടാ പോരെ? ശരി, ഒരുപാട് വെള്ളം. ഞാൻ വെള്ളം ഒഴിക്കാതെ വെച്ചാൽ വെള്ളം ഒഴിക്കണ്ട, വെള്ളത്തിൽ നിന്ന് വാരി ഇട്ടാ പോരെ. നമുക്ക് കൊഞ്ചുകൂട്ടന്മാരങ്ങോട്ട് എടുക്കാം. എന്റെ ഉണ്ണിക്കൈയും കൊണ്ട് വാരി ഇടുമ്പോ നേരം പെടുക്കും. തലരില്ലേ രാംകുട്ടി കണ്ടാവും. ഇപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോ കുറച്ചുകൂടെ കോരാൻ. ഇപ്പൊ ആൾക്കാർ റെടാ നിനക്കങ്ങ് ഇട്ട് കൊടുത്തൂടെ. അവള് ചെയ്യുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്നത് രണ്ടും രണ്ട്. അവൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ ആ കോൺഫിഡൻസ് തകർത്തുകൊണ്ട് അവളുടെ കാര്യത്തിൽ നമ്മൾ കൈയടത്തി കഴിഞ്ഞാല് അത് തെറ്റാ. അവള് ചെയ്യണം. അവൾക്ക് ആഗ്രഹമുള്ള എല്ലാം അവള് ചെയ്യണം. അവൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവള് ചെയ്യണം. എങ്കിൽ ഈ ഇപ്പം സ്റ്റക്കായി പോയിരിക്കുന്ന അവയവങ്ങളെല്ലാം ഇനി പഴയ രീതിയിൽ തിരിച്ചു വരുത്തുള്ളൂ. അതുമല്ല, ഒരാൾക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയല്ല. എൻ്റെ ആഗ്രഹം ഒരാളുടെയും സഹായം ഇല്ലാതെ, ഒരാളുടെയും ഒരു രീതിയിലുള്ള ഒരു ഇതുമില്ലാതെ ഇവിടെ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാൻ പറ്റണം. ഈവൻ ഒന്ന് നിലത്ത് വീണ് കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പോലും തനിയെ പറ്റണം. എനിക്ക് എൻ്റെ ആഗ്രഹം അതാ. ആ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം സഹായിച്ചെല്ലാം നടക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാനൊരു സത്യക്രിസ്ത്യാനിയുമാണ്, ഒരു ദൈവവിശ്വാസിയാണ്. നമുക്ക് നന്നായിട്ട് ജസ്റ്റ് ഒരുപാട് ഇട്ടങ്ങോട്ട് വെക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും. എന്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഒരുപാട് മിസ് ചെയ്തായിരുന്നില്ലേ? അപ്പൊ ഇനി നമുക്ക് വെന്തിട്ട് ഇനി നമുക്കിത് വെന്ത് സെറ്റ് ആയിട്ട് നമ്മുടെ കൊഞ്ചും നമുക്ക് തിരിച്ചിടാം. അപ്പം നമ്മുടെ കൊഞ്ച് തീരെ റെഡി ആയിട്ടുണ്ട്. അതണ്ടേ, കണ്ടോ? ഇത് നമ്മൾ വെള്ളം ആക്കിയതാട്ടോ, പറഞ്ഞല്ലോ നമ്മൾ, അതുകൊണ്ടാണേ. പിന്നെ നമ്മുടെ കൊഞ്ച് ഫ്രൈ സൂപ്പർ. ഗബ്രുട്ടിന് വേണം. എങ്ങനെ ഉണ്ടാൻ പറഞ്ഞേ? കൊള്ളാവോ? സൂപ്പറാന്നോറാ. കൊള്ളാവോ? അപ്പൊ കറി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചോറെടുക്കാം. റേഷനരി ചോറാണേ. ഒരു വീഡിയോയിൽ നമ്മൾ റേഷനരി ചോറെന്ന് പറഞ്ഞപ്പം പറഞ്ഞു സഹതാപം കിട്ടാൻ വേണ്ടിയാണോ അതോ അതിനെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തരാൻ വേണ്ടിയിട്ടാണോ റേഷനരി ചോറെന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ വ്ളോഗുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റേഷനരിയാണ്. അതുകൊണ്ട് നമ്മൾ റേഷനരി വാങ്ങിച്ചു വെച്ച് നമ്മൾ അതാണ് ഇവിടെ കഴിക്കുന്നത്. ഡോറയ്ക്കാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ അതാണ് ഇഷ്ടം. പിന്നെ ഡോറയ്ക്ക് കൂടുതലും വിലയേരിയേക്കാളും കൂടുതൽ ഉടയ്ക്കാൻ പറ്റുന്നതും ഈ റേഷനരിയാണ്. നമ്മൾ അതുകൊണ്ടാണ് കൂടുതലും റേഷനരി കഴിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളൊരു കാര്യം. അതുകൊണ്ട് നമ്മൾ റേഷനരി എന്ന് പറയുന്നത്. പിന്നെ സഹതാപം പിടിച്ചു പറ്റാനും സഹായം ചോദിക്കാനും വേണ്ടിയിട്ട് റേഷനരി എന്ന് വെറുതെ പറയേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്, അല്ലേ? യെസ്. നീച്ചായനുള്ള ചോറ് ശരി. മതിയോ? മതി 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 മതി. തീർച്ചയായിട്ടും ഇത്ര മതിയാ? കറി ഒഴിക്കണോ അതോ വേണ്ട? ഞാൻ എടുത്തോളാം. എടുത്തോളാം. എന്റെ തല ഞാൻ എടുക്കട്ടെ. പിള്ളേരുടെ കൊതി കിട്ടും നിനക്ക്. പിള്ളേരുടെ ഇതിനകത്തുണ്ട്, പിള്ളേർക്കും കൂടിയാ. ഞാൻ തലയെ എടുത്തോളൂ, പിള്ളേർക്ക് ഇതുണ്ട്.
അങ്ങനെ ദേ ചോറൊക്കെ വിളമ്പിക്കൊണ്ടെന്ന് വെച്ചു. നമ്മുടെ ആ ഗബ്രൂട്ടിന്റെ ചോറും പാത്രം എന്താ കാണിച്ചേ? മിമി കാണിച്ചു കൊടുക്ക. മിമി ചോറ് കാണിച്ചു കൊടുക്ക. പപ്പട. അപ്പൊ ഡോറയാണെങ്കിൽ അവളുടെ ചോറ് നമ്മുടെ കൊഞ്ച് വറുത്തതിനകത്ത് കൊണ്ടിട്ട് വിരവി എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് കണ്ടു ഇവിടെ വെച്ച് മുൻ കഴിക്കും. അപ്പൊ നമ്മുടെ ഇതെന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ് ഇങ്ങനെ. അപ്പൊ നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. ഇച്ചാനടുത്ത് ടേസ്റ്റ് ചോദിക്കാം. അല്ല ഞാൻ പറഞ്ഞോളാം, നീ കഴിച്ചിട്ട് നീ പറഞ്ഞോ. ഞാൻ കഴിച്ചിട്ട് പറയാനുണ്ട് എടുത്തിട്ട്. കൊള്ളാമോ? സൂപ്പർ ആണോ ഗബ്രു? ആണോ? ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നുണ്ട്, കുരുമുളകിന്റെ ഒക്കെ. നമുക്ക് ഇച്ചാന്റെ അഭിപ്രായം നോക്കാം. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാവേ. പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയ ചോറ് കറി കേട്ടോ. എരിവ് ഒട്ടുമില്ല. ഞാൻ വെക്കുന്ന സമയത്ത് ഇച്ചിരി എരിവ് കൂടാറുണ്ട്. ഇത് എരിവ് ഒട്ടുമില്ല. കൊള്ളാം. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഇതുപോലെയാണ് കറി വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ വെച്ച് കഴിക്കുന്നതാണെന്നുള്ളതും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഒന്നുകൂടെ പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും